ഹായ്, ഇന്ന് നമുക്ക് നല്ലൊരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാവേ. 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അധികം വലുതല്ലാത്ത കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. കഴുകി വൃത്തിയാക്കിയ മട്ടൺ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. മട്ടൺ വേവിക്കുമ്പോൾ അധികം വെള്ളം ചേർക്കരുത്. ഞാനിപ്പോൾ 1.5 വലിയ സ്പൂൺ വെള്ളമാണ് ചേർത്തത്. മട്ടൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഓരോ മട്ടനും വേവ് വ്യത്യാസം ഉണ്ടാവും. നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തിട്ട് കറക്റ്റ് പാകത്തിന് വേവിച്ചെടുക്കണം. ഒട്ടും അധികം വേവരുത്. ബാക്കി തേങ്ങാപ്പാലും കൂടെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഉരുളിയിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവനോടെയുള്ള ഗരം മസാല ചേർക്കണം. 2 കഷ്ണം പട്ട, 5 ചെറിയ ഗ്രാമ്പൂ, 3 ഏലക്കായ, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുഴുവനോടെയുള്ള മല്ലി ചേർക്കണം. ഒരു ചെറിയ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്പൈസസ് എല്ലാം എണ്ണയിൽ മൂത്ത് കഴിയുമ്പോൾ 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ വഴറ്റിയെടുക്കണം. നല്ലപോലെ വാടി വന്നാൽ മതി. ബ്രൗൺ കളറിലേക്കൊന്നും ആവരുത്. വഴറ്റുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. സവാള വാടാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ മീഡിയം വലിപ്പമുള്ളൊരു ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 5 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം എണ്ണയിൽ വഴറ്റി കളറ് മാറാതെ മൂത്ത് വരണം. അപ്പോൾ ഇതുപോലെ റെഡി ആവുമ്പോൾ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അധികം വലിപ്പമായിട്ട് കട്ട് ചെയ്യരുത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒരുമിച്ച് വഴറ്റിയെടുക്കണം. മട്ടൻ ഇവിടെ പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. മട്ടൻ അതിലുള്ള വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ്. 2ആം പാലായിട്ട് എടുത്തതാണ്. കറിയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കണം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ തിളച്ച് വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ചാൽ ചെറിയ തീയിലേക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യണം. മട്ടനും തേങ്ങാപ്പാലിൽ തിളച്ച് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ദേ കറി ഒന്ന് കുറുകിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കണം. എരിവും ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് ഒരല്പം പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടി അല്ലെങ്കിൽ ലാസ്റ്റ് കുരുമുളക് ചതച്ച് ചേർക്കുന്നതും ടേസ്റ്റാണ്. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ് തിളച്ച ശേഷം തീ നല്ലപോലെ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാവണം. ചെറുതായിട്ട് തിളച്ചാൽ മതി. ചെറിയ തിള വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ലാസ്റ്റ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു മട്ടൺ സ്റ്റൂ ഇപ്പം തന്നെ സെറ്റാണ്. കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് ആവാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വറവ് ചേർക്കാം. വളരെ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരല്പം ചെറിയുള്ളിയും പിന്നെ കാഷ്യൂ നട്ടും കൂടെ ചേർത്തിട്ട് ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വറുത്തെടുത്താൽ മതി. ഇത് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല രുചികരമായ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്